ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഈ പ്രായം കുറക്കുക അല്ലെങ്കിൽ നമ്മൾ ഏജിങ് ബാക്ക്വേർഡ് എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ശരിക്കും നമ്മൾ പ്രായം കുറക്കേണ്ടത് പുറത്തല്ല കേട്ടോ. പ്രായം കുറക്കേണ്ടത് അകത്താണ്. നമ്മളുടെ ഓർഗൻസിൻ്റെ പ്രായമാണ് ആദ്യം കുറക്കേണ്ടത്. ഓർഗൻസ് ആണ് റിനോവേറ്റ് ചെയ്യണം, അതായത് റിജുവനേറ്റ് ചെയ്യണം, അതിൻ്റെ സെല്ല് റീപ്ലേസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഹീലിംഗ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഹീലിംഗ് ഉണ്ട്, ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പം ഈവൻ ഞാൻ പോലും സെൽഫ് ഹീലിംഗ് വഴി ചെയ്യാറുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന സംഗതി നമ്മൾ ഉള്ളിലകത്ത് നമ്മുടെ ഓർഗൻസ് ഹീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ ഓർഗൻസ് റിജുവനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പഴയ സെല്ലിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വരും. അതൊക്കെ പുറത്ത് വരിക സ്കിന്നിലൂടെ, അല്ലെങ്കിൽ പല പല പുറത്ത് പോകേണ്ട അല്ലെങ്കിൽ പുറത്ത് പോകേണ്ട അവയവങ്ങളിലൂടെയൊക്കെ വളരെയധികം പോയി അങ്ങനെയാണ് പോവുക. അപ്പോൾ മേജറായിട്ട് കാണിക്കുക സ്കിന്നിലൂടെയാണ് മേജറായിട്ട് കാണിക്കുക. അപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചിലപ്പം ഗ്ലോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്കിന്നിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ ചുവട്ടിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വേർപ്പിലൂടെ, ഇതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്തുള്ള മെയിനായിട്ട് നമ്മുടെ സ്കിന്നിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ ബ്ലാക്കിഷ് ആയിട്ട് മാറും, യെല്ലോയിഷ് ആയിട്ട് മാറും, റെഡായിട്ട് മാറും. പോയി ചിലപ്പോൾ നമ്മൾ 1 വർഷം എടുക്കും, ചിലപ്പോൾ 2 വർഷം എടുക്കും. മൊത്തമായിട്ട് അകത്തും പുറത്തും നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ നോക്കി കാണും, നമ്മൾ എങ്ങനെ ഈ സംഗതികൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നു, അതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ, ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ, ഈ ഹീലിങ്ങും ട്രീറ്റ്മെൻറ്റും കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ പാനിക് ആവുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ ഹീൽ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഈ സംഗതികളൊക്കെ വരും. അപ്പോൾ ഇവരൊക്കെ പേടിക്കും, നമ്മൾ ഇതിനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നു. കാരണം എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി ബോഡിയുടെ അകത്തുള്ള വേസ്റ്റ്, ആവശ്യമുള്ള ഇല്ലാത്ത സംഗതിയിലാണ് പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വരുന്ന സമയത്ത് അകത്തുള്ള സംഗതികളൊക്കെ പുറത്ത് കുറച്ച് കാലം മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് കാലം പുറത്ത് കാണിച്ച് അത് പുറത്തേക്ക് സ്കിൻ വഴി പോയി സ്കിന്ന് പൊടിഞ്ഞ് മാറി പുതിയ സ്കിന്നൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള ഒരു പ്രോസസ്സ് ആൻറ്റി ഏജിങ്, അല്ലെങ്കിൽ നമുക്ക് പ്രായം കുറക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് എന്താ പറയുക സ്ട്രെസ്, അതായത് ബോഡി ഓർഗൻ്റെ സ്ട്രെസ് കുറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.